ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് സാമ്പാറാണ്. സദ്യക്കൊക്കെ വിളമ്പാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാറാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഈ സാമ്പാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. സാമ്പാർ ഉണ്ടാക്കാനായിട്ട് അരക്കപ്പ് പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതായത് ഒരു 100 ഗ്രാം ഉണ്ടാവും. അത് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഉപ്പും ചേർത്തിട്ട് 2-3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഈ സാമ്പാർ ഉണ്ടാക്കാനുള്ള വെജിറ്റബിൾസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരുപാട് കഷ്ണങ്ങളൊന്നും എടുത്തിട്ടില്ല, ആവശ്യത്തിനുള്ള കഷ്ണങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം ചെറുതായിട്ടൊന്ന് കഷ്ണിച്ചിട്ട് ഒരു പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയാണ് വെച്ചിരിക്കുന്നത്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചക്കറി വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. വെജിറ്റബിൾസ് വേണമെന്നുണ്ടെങ്കിൽ കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിലിട്ടിട്ടാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. കുക്കറിലാണ് ഇടുന്നതെങ്കിൽ ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ പരിപ്പ് നമ്മൾ ഈ പച്ചക്കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചക്കറി നന്നായിട്ട് വെന്തതിന് ശേഷമാണ് പരിപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വയ്ക്കാം. ഇനി മറ്റൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 10-12 ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് പൊടിയായിട്ട് അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുക്കാം. പിന്നെ 2-3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുവിധം ഒന്ന് നന്നായിട്ട് വഴന്ന് വരണം കേട്ടോ. ഇപ്പോൾ ഒരുവിധം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ സാമ്പാർ പൊടി, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇനി അതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി, ഒരു 3-4 വെണ്ടയ്ക്ക, അതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളിയും വെണ്ടയ്ക്കയും മസാലയൊക്കെ ഇടുന്ന ചെറുതായിട്ടൊന്ന് വെന്ത് വരണം. അതിനുശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറിയിലേക്ക് അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി സാമ്പാറിലേക്ക് ആവശ്യത്തിനുള്ള പുളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം പുളിയാണ് എടുത്തിരിക്കുന്നത്. പുളി ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആ പുളിവെള്ളം നമ്മൾ ഈ സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയില കൂടി ചേർത്തിട്ട് തിളച്ച് വരുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഓണത്തിന് എല്ലാവരും ഈ സാമ്പാർ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ കമൻസിൽ അറിയിക്കണം. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.